വിജയ നമസ്കാരം. നമസ്കാരം. പിണറായി വിജയന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓ പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നു, സബ്ജക്ട് മാറി, നാഷണൽ ഇന്റർനാഷണൽ ട്രംപിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പിണറായി വിജയനിലേക്ക് എത്തി. അങ്ങനെയല്ല കാര്യം. അതായത് ഇപ്പൊ നമ്മുടെ ബംഗാളിൽ ഇപ്പോ SIR നടപ്പിലാക്കാനുള്ള വലിയൊരു നീക്കം നടത്തുന്നുണ്ട്. അപ്പൊ ബീഹാറിൽ അത് നടപ്പിലാക്കി ഗംഭീരമായി. സുപ്രീം കോടതി അടക്കം അനുകൂലിച്ചു. പല കാര്യങ്ങളും ക്ലിയർ ആയി. എല്ലാ കാര്യങ്ങളും യാതൊരുവിധ പ്രശ്നമില്ലാതെ പോയി. എന്തിനു പറയുന്നു, കോൺഗ്രസും അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോലും SIR-നെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇനിയിപ്പോ അത് നേരെ വരാൻ പോകുന്നത് കേരളത്തിലും നമ്മുടെ ഇവിടെ എന്താ പേര് പറയാ, ബീഹാർ അല്ല ബംഗാളിലുമാണ് അത് വരുന്നത്. അപ്പൊ ഈ ബംഗാളിൽ SIR നടപ്പിലാകുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഇന്നലെ ഞാൻ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തൊരു വാർത്തയിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് 6 ജില്ലകളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 6 ജില്ലകളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെയാണ് ഈ റോഹിംഗ്യൻസ് തിങ്ങിപ്പാർക്കുന്നത്. കാരണം ഈ 6 ജില്ലകളിൽ സമ്പൂർണ്ണമായിട്ടും റോഹിംഗ്യൻസ് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു, അവരുടെ രാജ്യമായി മാറി കഴിഞ്ഞു അത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്രൂഷ്യൽ ആവും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് CAA ഡെസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ഡെസ്ക് തുടങ്ങി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഇത് വരുമ്പോൾ എന്തായിരുന്നാലും ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അവിടെ ഒരു കലാപം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഭായിമാരുടെ അതിപ്രസരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു അതിപ്രസരമുള്ള ഒരു നാട്ടിൽ ഈ ഭായിമാരെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സർക്കാരിന് പറ്റില്ല. 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പറ്റുവാണെങ്കിൽ ഇവർ കേരള പോലീസിന്റെ ജീപ്പും കത്തിച്ച് അതിന്റെ മുകളിൽ കയറി താണ്ഡവ നൃത്തം ആടില്ലായിരുന്നു. കോവിഡ് സമയത്ത് ഇവർക്ക് അരിയും പൊരിയൊക്കെ കൊണ്ടുപോയപ്പോൾ പോലീസ് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഉണ്ടായത്. അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ഈ കലാപം വ്യാപിക്കാനുള്ള അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അപ്പൊ നമുക്കറിയാം ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ കേന്ദ്ര സർക്കാർ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഇവരിവിടെ അതിനുള്ള ചർച്ചകളും കലാപത്തിനുള്ള ആഹ്വാനങ്ങളൊക്കെ നടത്തി തുടങ്ങി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു ഇവിടെ ഭയങ്കരമായിട്ട് ആ കലാപാഹ്വാനമൊക്കെ നടത്തുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം പൗരത്വ നിയമ ഭേദഗതി എന്താണെന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് പോലും ഇവർ അറിഞ്ഞു കഴിഞ്ഞു. അവരറിഞ്ഞ് അതിനുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഇവർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ബിജുചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കേരളത്തിൽ ഈ SDPI, ഈ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പോൾ SDPI സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ വന്നതാണ്. കുറെ പേര് CPM-ലോട്ട് പോയി എന്ന് പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ട്, സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞവരെ വലിയ റിപ്പോർട്ടൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം ഇപ്പൊ ഇവിടെ ഹിജാബ് വിവാദം ഉണ്ടായി, അതിന് പിന്നിൽ SDPI ആണ്. അതിനുശേഷം ഇവിടെ നെടുമങ്ങാട് DYFIയുടെ ഒരു ആംബുലൻസ് കത്തിച്ചു, അതിന് പിന്നിൽ SDPI ആണ്. ഇപ്പോ കോഴിക്കോട് താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ ഒരു കലാപ സമാനമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ്, ആ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരം അവിടെ നടക്കുകയാണ്. ആ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറി അവിടെയുള്ള DYFI-കാരെയും പോലീസിനെയും മർദ്ദിച്ചിരിക്കുകയാണ് SDPI. അത് 365 പേർക്കെതിരെയാണ് അവിടെ കേസെടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വല്ല ചർച്ചയാക്കുന്നുണ്ടോ? വലിയ രീതിയിലുള്ള ചർച്ചയാക്കുന്നുണ്ടോ? അപ്പോൾ വലിയ ഒരു എന്താ പറയുക, ടെസ്റ്റ് ഡോസുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹിജാബ് വിഷയം, ആംബുലൻസ് കത്തിക്കുന്നു, അവിടെ കലാപം, ഇവിടെ അപ്പൊ ഇതൊക്കെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പാഴൂർ പടിപ്പുര വരെ പോയി പ്രശ്നം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു, ഈ കാര്യങ്ങൾ ഈ SIR ഇവിടെ വരുമ്പോൾ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് സാധിക്കുമോ? എന്താണ് ബിജുചേട്ടന്റെ അഭിപ്രായം? 2016 ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ ദക്ഷിണേന്ത്യ ഈ തീവ്രവാദികളുടെ ഹബ്ബാണ് എന്ന് പറയുന്നു. അതിൽ എസ്പെഷ്യലി വരുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അതിനുശേഷം കേരളത്തിൽ അനവധി ടെസ്റ്റ് ഡോസുകൾ നടന്നു. നമുക്കറിയാം ഈ ലോകത്തെമ്പാടും ഇപ്പോൾ ഈ ജൻസി കലാപവും മറ്റും നടക്കുന്നൊരു സമയമാണ്. കഴിഞ്ഞ ദിവസം BBC-യുടെ ഒരു വലിയ ലേഖനം തന്നെ നമ്മൾ ഇന്നലെ ചർച്ചയ്ക്ക് എടുത്തിരുന്നു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത അതാണ്. അതിൽ തന്നെ പറയുന്നു ഇന്ത്യയിൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു, പക്ഷെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിലൊന്ന് വോട്ട് ചോരി, അതൊരു വലിയ കലാപമായി മാറുമെന്ന് കരുതി ചീറ്റിപ്പോയി. രണ്ടാമത് ധർമ്മസ്ഥല, അതൊരു വലിയ കലാപമാക്കി മാറ്റാമെന്ന് കരുതി 8 നില പൊട്ടി. പിന്നീട് നടന്നത് SIR-ന്റെ പേരിൽ ബീഹാറിൽ ഇറങ്ങാമെന്ന് കരുതി. രാഹുൽ ഗാന്ധി അവിടെ പോകുന്നു, വലിയ പ്രശ്നം ചെയ്യുന്നു, യാത്ര നടത്തുന്നു, അതും ചീറ്റി. അപ്പോൾ ഇനി അത് ചീറ്റാത്ത ഇടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളും കേരളവും അടക്കമുള്ള ഇടങ്ങൾ, അതായത് ഈ താരതമ്യേന മതമൗലികവാദ സംഘടനകൾക്കും ഭീകരവാദ സംഘടനകൾക്കും ശക്തമായ വേരോട്ടമുള്ള സ്റ്റേറ്റുകളിൽ ഇതാണ്. നമ്മൾ പറയും സാധാരണ കാശ്മീരാണ്. അതൊക്കെ പോയി, ആ കാലഘട്ടം പോയി. 2024 തന്നെ അവിടുത്തെ കല്ലേറുകളെല്ലാം നിന്നു. ഇപ്പോൾ അവിടുത്തെ ഭീകരന്മാരുടെ ശവസംസ്കാര ചടങ്ങുകൾ പോലും പൂർണ്ണമായി ഇല്ലാതാക്കി എന്ന് അമിത്ഷാ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് സൗത്ത് ഇന്ത്യയിലേക്ക് നീങ്ങുന്നത്. ഇനി അടുത്തൊരു തുറുപ്പുചീട്ട് എന്ന് പറയുന്നത് SIR മാത്രമാണ് മുമ്പിലുള്ളത്. ഇതിനു മുമ്പ് പൗരത്വ ഭേദഗതി സമരം നമ്മൾ കണ്ടിരുന്നു. എവിടൊക്കെയാണ് പൗരത്വ ഭേദഗതി സമരം ആളിക്കത്തിയത്? ദില്ലി. ഇന്ന് ആ ദില്ലിയിൽ വേറൊരു സമരത്തിനോ ലഹളയ്ക്കോ കലാപത്തിനോ സ്കോപ്പ് ഇല്ലാതായി മാറിയിരിക്കുന്നു.
പിന്നെ ഈ പൗരത്വ സമരം കത്തിയ ഒരു സംസ്ഥാനമായിരുന്നു ബീഹാർ. പക്ഷെ അവിടെയും ഇപ്പോൾ ഈ SIR സമരം ഏശിയില്ല, അവിടെ ഒന്നും കത്തിയില്ല. പിന്നെ പൗരത്വ ഭേദഗതി സമരം വലിയ അക്രമാസക്തമാകുകയും വലിയ രീതിയിൽ അക്രമത്തിലേക്ക് മാറുകയും ചെയ്തൊരു സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. അവിടെയാണ് ഇനി അടുത്ത SIR നടപ്പാക്കാൻ പോകുന്നത്. പിന്നീട് പൗരത്വ ഭേദഗതി സമരം വലിയ രീതിയിലുള്ള സമരമാർഗങ്ങളുമായി മുമ്പോട്ട് പോയത് കേരളത്തിലായിരുന്നു. അപ്പോൾ ഈ അന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SDPIയുടെ മാതൃസംഘടന, അവർ വളരെ സജീവമായിരുന്നു. അവരുടെ കേഡർമാർ നിറഞ്ഞാടുകയും അഴിഞ്ഞാടുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നത് കൊണ്ട് കേരളത്തിൽ അത് വലിയ വലിയ പ്രകടനങ്ങളും മറ്റും നടക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നു. അതിനുശേഷം അനവധി അതിനുശേഷം ആണ് ഇത് പല സംസ്ഥാനത്തെയും ഇതിനെ ഒതുക്കുകയും പോപ്പുലർ ഫ്രണ്ടിനെ പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തൊരു സാഹചര്യം. അതിനുശേഷം ഒരു രണ്ടാം വരവിന് ശ്രമിക്കുമ്പോഴാണ് വോട്ട് ചോരി വന്നു, അത് ക്ലച്ച് പിടിച്ചില്ല. ധർമ്മസ്ഥല കൊണ്ടുവന്നു, ക്ലച്ച് പിടിച്ചില്ല. SIR കൊണ്ടുവന്നു, ബീഹാറിൽ ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ SIR ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു. ഇവിടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ പതിവ് പോലെ പിണറായി വിജയൻ അദ്ദേഹം പറയുന്നു, ഞാൻ ഇത് നടപ്പാക്കില്ല, SIR നടപ്പാക്കില്ല എന്ന് പറയുന്നു. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറയുകയും പ്രമേയം പാസാക്കുകയും ചെയ്ത ഇന്ത്യയിലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളമായിരുന്നു. പക്ഷേ വിജയിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൗരത്വ ഭേദഗതിയോടനുബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളും തടങ്കൽ പാളയം പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്തെ രണ്ടാമത് തടങ്കൽ പാളയ പണി പൂർത്തിയാക്കിയ സംസ്ഥാനവും കേരളമാണ്. തൃശ്ശൂരും കൊല്ലത്ത്, തിരുവനന്തപുരം ബോർഡറിൽ ആണ് ഇതിന്റെ 2 തടങ്കൽ പാളയം പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് UP പോലും അതിന്റെ പണി ഇപ്പൊ നടക്കുന്നതേ ഉള്ളൂ. UP പോലും അതിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. പല സംസ്ഥാനത്തും അതിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ പണി പൂർത്തിയാക്കി. അത് നമ്മള് ശ്രീമാൻ പിണറായി വിജയൻ അങ്ങനെ പറയുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇതിനു മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം എതിർത്തിരുന്നതും നടപ്പാക്കില്ലെന്നതും പറഞ്ഞ കാര്യമാണ് PM ശ്രീ. അത് ഭംഗിയായി നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനു മുമ്പ് നമ്മുടെ ആയുഷ്മാൻ പദ്ധതി, പ്രാഥമിക ഹെൽത്ത് സെന്ററിന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞു. വീണ ജോർജ് ചാടി വീണ്ടുകൊണ്ട് പറഞ്ഞത് ഞാൻ മരിച്ചാലും മാറ്റില്ലെന്ന് പറഞ്ഞു. രാത്രിക്ക് രാമായണം ഇരുന്ന് പെയിന്റ് എല്ലാം മായ്ച്ചു കളഞ്ഞ്, പെയിന്റും മായ്ച്ചു, പേരും മായ്ച്ചു, ഫണ്ടും മേടിച്ച് പോകുന്നു. ആരും അറിയുന്നില്ല, ആർക്കും പ്രതിഷേധമൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പോകുന്നു. എനിക്ക് തോന്നുന്നത്, പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നരേന്ദ്രമോദിക്ക് ഈ ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആകണം. കാരണം യോഗി ആദിത്യനാഥ് പോലും ഈ കേന്ദ്രം പറയുന്ന പദ്ധതികൾ 2-3 മാസം കഴിഞ്ഞേ നടപ്പാക്കത്തുള്ളൂ. പക്ഷെ പിണറായി വിജയൻ അതല്ല. അവിടുന്ന് വിളിച്ച് പറയുന്നത് പിറ്റേ ദിവസം തന്നെ നടപ്പാക്കുന്നത്. ഇത്രയും മിടുക്കനായ ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ മോദി കണ്ടിട്ടുണ്ടാകില്ല. അവരുടെ ഘടകകക്ഷി അല്ലെങ്കിൽ പോലും ഘടകകക്ഷികളെക്കാളും മിടുക്കനായിട്ട് ഇപ്പൊ ചന്ദ്രബാബു നായിഡു ഉണ്ടവർക്ക്. പക്ഷെ അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് പിണറായി വിജയൻ ചെയ്യുന്നു എന്നാണ്. അതിനുള്ള ഗുണം പിണറായി വിജയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് പോട്ടെ, അത് മറ്റൊരു കാര്യം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. ഇത് നടന്നിരിക്കുന്നത് താമരശ്ശേരിയാണ്. താമരശ്ശേരിയിൽ ഇത് ആദ്യ സംഭവമല്ല. ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം, അവിടെ വനാവകാശോദ്യമവുമായി ബന്ധപ്പെട്ട് അവിടെ ഫോറസ്റ്റ് ഓഫീസർമാരുടെ ജീപ്പ് കത്തിക്കുകയൊക്കെ ചെയ്ത് വലിയ പ്രക്ഷോഭങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അന്ന് അതിന്റെ സൈഡില് പള്ളിയിലെ പുരോഹിതന്മാരടക്കം അതിൽ ആ കേസിൽ വലിയ വരികയും പ്രതികളാക്കുകയും ചെയ്തു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തായിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. വനനിയമവുമായി ബന്ധപ്പെട്ട്, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ്. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ ഈ താമരശ്ശേരി എന്ന് പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു സ്റ്റോറി ഓർമ്മ വന്നത്. ഇപ്പൊ അവിടെ തന്നെയാണ്, അവിടെ ഈ മതമൗലികവാദ സംഘടനകൾ കുറച്ചുകൂടെ ശക്തമാണ്. അവിടെയാണ് ഇപ്പൊ ഈ വലിയൊരു കലാപമാണ് നടന്നത്. മുഖമൊക്കെ മറച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷവും വലിയ രീതിയിലുള്ള കലാപവും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. അതിപ്പം ഒരുപക്ഷെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇല്ലെങ്കിൽ BJP-ക്കാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലൊരു കലാപം അവർക്ക് പെട്ടെന്ന് നടത്താൻ കഴിയില്ല. കാരണം അതിനുള്ള ട്രെയിൻഡ് അല്ല അവര്. സ്വാഭാവികമായി അവർ മാർച്ച് നടത്തും, പോലീസോട് ചിലപ്പോൾ കല്ലേറ് നടത്തുമായിരിക്കും, ലാത്തിച്ചാർജ് നടത്തും, ഇല്ലെങ്കിൽ കണ്ണീർവാതകം പ്രയോഗിക്കും. അത് അവിടെ കൊണ്ട് തീരും. ഏറിപ്പോയാൽ ഒരു ടിയർ ഗ്യാസ് പ്രയോഗിക്കും. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ സമരങ്ങൾക്കൊന്നും വലിയ ആയുസ് ഉണ്ടാകാറ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന സമരങ്ങൾ, ഒപ്പം തന്നെ SDPI നടത്തുന്ന സമരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു കലാപമായിട്ടാണ് പലപ്പോഴും മാറാറുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതായത് ഇവര് വെൽ പ്ലാൻഡ് ആണ്. അതായത് എവിടെ എന്ത് ചെയ്യണം, ഇത് നമ്മൾ UP-യിൽ കണ്ടിട്ടുണ്ട്. അവിടെ ഈ രാമനവമി ഘോഷയാത്രയും മറ്റും നടക്കുമ്പോൾ ഒരു സ്ട്രീറ്റിൽ ഒരു ചെറിയ കശപിശ ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ പലയിടത്ത് കടകൾ കത്തുന്നു, വാഹനങ്ങൾ കത്തുന്നു, വീടുകൾ കത്തുന്നു. അങ്ങനെ അതൊരു ലഹളയായി മാറുന്നു. അതായത് വെൽ പ്ലാൻഡ് ആയിട്ട് ആഗോളതലത്തിൽ തീവ്രവാദികൾ നടപ്പാക്കുന്ന ഒരു നയം തന്നെയാണത്. അതാണ് ഇവിടെയും നമ്മൾ കണ്ടത്. ഇവിടെയും ഒരു പ്രകടനം വരുന്നു, സമാധാനപരമായ ഒരു പ്രകടനം വരുന്നു. അവിടെ എന്തായിരുന്നു പ്രകോപനം ഇത്രയും വലിയ ആക്രമണത്തിന് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇവിടെ CPM പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് SDPI-ക്കാർ നുഴഞ്ഞു കയറി എന്നാണ് പറയുന്നത്. പക്ഷെ CPM കേരളത്തിൽ ഭയക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. കാരണം SDPI-യുടെ വലിയൊരു പങ്കും ചേക്കേറിയിരിക്കുന്ന സംഘടന CPM ആണ്.
അവർ CPM ഇത് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന കാര്യമാണ്. 2 വർഷം ഈ പീപ്പിൾ ഫ്രണ്ട് നിരോധിച്ച് 2022 പറഞ്ഞ കാര്യമാണ്. ഇവരുടെ കേഡർമാർ കൂടുതലും CPM-ന്റെ അണികളായി എത്തും, അവർ നിങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറും, അവർ നിങ്ങളുടെ തോളത്തിരുന്ന് നിങ്ങളുടെ ചെവി തന്നെ കടിക്കും, അവർ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി വരികയാണ്. കാരണം ഈ ഒരു വലിയ വിഭാഗം ഈ CPM-ലേക്ക് നുഴഞ്ഞു കയറി ഇവർക്ക് മതേതരത്വത്തിന്റെ പേരിൽ മിണ്ടാൻ കഴിയില്ല. ഏതായാലും BJP-യിലേക്ക് SDPക്കാർ വരില്ലല്ലോ. അപ്പം കയറി ഇത് ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ SDPക്കാർ പറയുന്നു CPM ആണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതിന് കാര്യമുണ്ട്. ഈ പിടികൂടുന്നത് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരെ ഉണ്ട് ഇതിനകത്ത്, അവരെല്ലാം ഇപ്പൊ CPM-കാരാണ്. അപ്പൊ SDPക്കാർ പറയുന്നത് നിങ്ങളാണ് CPM-കാരാണെന്ന് പറയുന്നത്, CPM-കാർ പറയുന്നത് SDPക്കാരാണ്. രണ്ടു കൂട്ടരിലും ഇവർ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോപ്പുലർ ഫ്രണ്ട് രണ്ടു കൂട്ടരിലും ഉണ്ട്, SDPക്കകത്തുകൊണ്ട് CPM-നകത്തുണ്ട്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇവർ രണ്ടു കൂട്ടരും കുറ്റപ്പെടുത്താൻ കാരണം അതാണ്. ഇവർ രണ്ടു കൂട്ടരും വേറെ ഏതെങ്കിലും പാർട്ടിയെ കുറ്റപ്പെടുത്തിയായിരുന്നു? BJP-ക്കാരെ കുറ്റപ്പെടുത്തിയോ? കോൺഗ്രസ് പാർട്ടിയെ കുറ്റപ്പെടുത്തിയോ? ഇല്ലല്ലോ. അപ്പം ഇതായിരുന്നു ഇവിടെ ഇതൊരു ടെസ്റ്റ് ഡോസ് എന്ന് തന്നെ വേണം കരുതാനായിട്ട്. ഇത് ഇപ്പോൾ ഇതിന് നടപടി എടുത്തില്ല എങ്കിൽ കേരളം അതിന് വലിയ വില നൽകേണ്ടി വരും. പക്ഷെ അത് ഒരുപക്ഷെ താൽക്കാലികമായിട്ട് ചിലപ്പോൾ വല്ല തെരഞ്ഞെടുപ്പ് പ്രയോജനമൊക്കെ ചില രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയെങ്കിലും ഇതൊരു വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്നാൽ തന്നെയും ഇതിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങൾ. NIA അടക്കം, ഇന്റലിജൻസ് ബ്യൂറോ അടക്കം ഇതിന്റെ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ സൗത്ത് ഇന്ത്യയിൽ ആണ് ഇനി ഒരു വലിയ കലാപം ഉണ്ടാകാൻ സാധ്യത എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്രം കരുതുന്നതാണ്. കാരണം ഈ ബംഗ്ലാദേശിന്റെ ഭീകര സംഘടനയായ ഹുജി, ഒപ്പം തന്നെ മറ്റ് സംഘടനകളൊക്കെ ABT തുടങ്ങിയ സംഘടനകളൊക്കെ ഇപ്പോൾ വളരെ ശക്തമായ വേരോട്ടം നടത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. അപ്പൊ അവരുടെ വലിയ ഫണ്ടിങ്ങും സ്ലീപ്പർ സെല്ലുകളും സജീവവുമാണ് ഇവിടെ. അൽ-ഖ്വയ്ദ പോലുള്ള സംഘടനകൾ ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഈ കലാപങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ ഒരു വലിയ സംഘർഷവും കലാപവും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അവിടെ നടന്നത് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ അതിന്റെ യഥാർത്ഥം എന്താണ് സത്യം എന്നുള്ളത് ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. അവർ ഈ പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കേണ്ടത്. SDP ആണ് ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് പാർട്ടി പ്ലീനം കൂടുമ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, അന്ന് അവരത് ചെയ്തിരുന്നു, ഞങ്ങളത് പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയണം. കാരണം പറഞ്ഞില്ലെങ്കിൽ ഇത് കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് ഈ സാധനം പോവുകയും ഇത് ഓൾ ഇന്ത്യ തലത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള മാധ്യമങ്ങളിൽ ഇതിന്റെ കറക്റ്റ് വാർത്തകൾ വരികയും ചെയ്യുമ്പോൾ നാണം കെടുന്നത് നമ്മുടെ സർക്കാരായിരിക്കും, നമ്മുടെ സംസ്ഥാനമായിരിക്കും. അതായത് ഇവിടെ കേരളം അതിവിദൂര ഭാവിയിൽ അല്ലാതെ തന്നെ ഇവിടെ ഒരു വലിയ സംഘർഷത്തിനും കലാപത്തിനും SDPയുടെ നേതൃത്വത്തിൽ അരങ്ങൊരുങ്ങുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ SDPക്കാർ സ്ഥിരം പറയുന്ന കാര്യം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, ഈ മറ്റേ നിരോധനത്തിന്റെ ഇതിലൊന്നും പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ കുറിച്ച് പറയുന്നില്ല, പാർട്ടി എന്നാണ്. പക്ഷെ EDയുടെ ഒക്കെ റിപ്പോർട്ടിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് SDP എന്ന് പറയുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ പാർട്ടിയാണ് SDP. പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്ന ലേഖനത്തിൽ പാർട്ടി ചില സ്ഥലങ്ങളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ വായിച്ചു നോക്കാൻ അത് പലയിടത്തും SDP പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പാർട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങളെ അല്ല പറഞ്ഞെന്ന് പറഞ്ഞാൽ BJP-കാരെയാണ് പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിന്റെ മാതൃസംഘടന ആയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അല്ലല്ലോ എന്തായാലും. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമെന്നൊക്കെ മുമ്പ് കേട്ടിരുന്നു. പക്ഷെ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ UAPAയിൽ ഉൾപ്പെടുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്കും കൊലപാതകത്തിലേക്കും അവർ നീങ്ങാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് ഇവർ നീങ്ങിയാൽ സ്വാഭാവികമായി തന്നെ ഇവരുടെ കാര്യവും അധോഗതിയാവും. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് അവർ പറഞ്ഞു നടന്നിരുന്നത് ഞങ്ങളെ നിരോധിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഭയങ്കരമാണ്, കുന്തമാണ്, കുടച്ചക്രമാണ്, ഞങ്ങളെ തൊട്ട പൊള്ളും എന്നൊക്കെ പറഞ്ഞു. എന്തായി അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. എനിക്ക് ഇത് പറയുമ്പോഴെനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ശ്രീ ഷാജി എന്ന് പറയുന്ന അവരുടെ ഒരു മുൻ MLA-യും നേതാവും ഒക്കെ ഉണ്ട്, KM ഷാജി. നല്ലൊരു പ്രാസംഗികനാണ് അദ്ദേഹം ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം അദ്ദേഹം കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്, ഇപ്പൊ എന്തായി നിങ്ങളുടെ ഊരിപ്പിടിച്ച വാള്, എന്തായി നിങ്ങളുടെ ഊരിപ്പിടിച്ച വടിവാള്, എല്ലാവന്മാര് കൊണ്ടുപോയില്ലേ? എല്ലാവന്മാര് കൊണ്ടുപോയില്ലേ? ഇതാണ് പറഞ്ഞത്, അവന്മാരോട് മുട്ട നിൽക്കരുത്, മുട്ട നിങ്ങൾക്കുള്ള പ്രാണിയില്ല എന്ന്. കറക്റ്റ് ആയിരുന്നു. അതേപോലെ SDPI അതേ രീതിയിലേക്ക് പോകുന്നില്ല. പക്ഷെ SDPIയെ ഇവിടെ വളർത്തിക്കൊണ്ട് വരുന്നത് കോൺഗ്രസിന്റെ ആവശ്യമാണ് ഇപ്പോൾ. കാരണം നമ്മൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ SDPIയുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് തള്ളിക്കളയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായതുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM ആ പിന്തുണ കിട്ടത്തില്ല CPM-ന്. അതുകൊണ്ടാണ് CPM ഇപ്പോൾ SDPI എന്നൊക്കെ പറയാൻ ഭയക്കാതെ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പറയുന്നില്ല കേട്ടോ SDPI എന്ന്.
വാഹനം കത്തിച്ച് ആരെന്ന് ചോദിച്ചാൽ തെമ്മാടികളെന്ന് പറയും. ഏത് തെമ്മാടികളെന്ന് ചോദിച്ചാൽ ആ വൃത്തികെട്ടവന്മാരെന്ന് പറയും. ഏത് വൃത്തികെട്ടവന്മാര്? അത് തന്നെ ആ കൊള്ളരുതാത്തവന്മാര്. ഇത്രയും പറയുന്നുള്ളൂ. പറയത്തില്ല. ഒന്നാമത്തെ കാര്യം, CPM-ന് SDPI പോലുള്ള ഒരു സംഘടനയിലെ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനയെ നേരിട്ട് അവർക്ക് ശീലമില്ല. കാരണം SDPI പോപ്പുലർ ഫ്രണ്ടും കേരളത്തിൽ കൊണ്ടുവന്ന ഭീകര രീതി എന്ന് പറഞ്ഞാൽ മുമ്പെങ്ങും ഇന്ത്യയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ നടത്തുന്ന കൊലപാതകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈശാചികമായി കൊലപാതകം നടന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളാണ്. ആ വെസ്റ്റ് ബംഗാളിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഇല്ല ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്കായിരുന്നു ഇവിടെ പോപ്പുലർ ഫ്രണ്ട്. പക്കാ തീവ്രവാദത്തിന്റെ എതിരായിരുന്നു. കൂടം കൊണ്ട് തലക്കടിക്കുക, അതുപോലെ തന്നെയുള്ള ആക്രമണ സംഭവം. അപ്പം അതിനെ നേരിടാനുള്ള കപ്പാസിറ്റി നിലവിൽ CPM-ന് ഇല്ല. കാരണം അവർക്ക് എങ്ങും ഇല്ല എന്നുള്ളത് പിന്നെ നമ്മൾ തെളിഞ്ഞു. വെസ്റ്റ് ബംഗാളിലൊക്കെ അവർ അടികൊണ്ട് ചിപ്പം കെട്ടി ഓടിയ വാർത്ത നമ്മൾ കണ്ടതാ, ത്രിപുരയിൽ അടികൊണ്ട് ഓടുന്നതൊക്കെ കണ്ട. അപ്പൊ അവർക്ക് ഒരു രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് പോലെ എളുപ്പമല്ല ഒരു ഭീകര സംഘടനകളെ എതിരാളികളെ നേരിടുക എന്ന് പറഞ്ഞു. അപ്പൊ ജീവൻ വേണം. RSSന്റെ വിഷയം അതല്ല. അവരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പറയും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കോ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് അവർ പറയും. കാരണം അവർക്ക് ഉള്ള അവരുടെ ആശയപരമായ ഒരു ബലമാണ് അതിനവർക്ക് പ്രാപ്തരാക്കുന്നത്. അത് മാത്രവുമല്ല, അവരുടെ നേതാക്കളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിടം ഉണ്ടാക്കാനോ കാറ് സമ്പാദിക്കാനോ AC റൂം ഉണ്ടാക്കാനോ അല്ലല്ലോ അവർ നടക്കുന്നത്. അവർ പ്രചാരകന്മാരായിട്ട് നടക്കുന്നവർ. അവർക്ക് സമ്പാദ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തവരാണ്. പക്ഷെ CPM-നെ സംബന്ധിച്ച് അതല്ല. മുമ്പൊരിക്കൽ ഞാൻ CPM-ന്റെ ഒരു നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ RSS-ഉമായിട്ട് ഇപ്പൊ സംഘർഷമൊന്നും ഇല്ലല്ലോ, എന്തു പറ്റി അവമാനമായിട്ട് ഇപ്പോ സ്നേഹിച്ചൊക്കെ പോകുന്നത്? അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായ ഒരു മറുപടി ആണെങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ നോക്കൂ, ഞങ്ങളുടെ ചെറിയൊരു നേതാവിന് പോലും ഒരു കാറുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സംരംഭത്തിൽ ഞങ്ങളുടെ നേതാവും കൊണ്ട് ഇച്ചിരി അല്പം പണം ഇടുന്നുണ്ട്. അപ്പുറത്ത് അവന്മാരെ നോക്ക്, RSS-കാരന്മാരും BJP-ക്കാര്. ആർക്കെങ്കിലും പണിയുണ്ടോ? സ്വന്തമായിട്ട് സൈക്കിളെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ അവന്മാര് മോളോട്ട് നോക്കി ആകാശവും താഴെ ഭൂമിയുമാണ്. അവരൊരു കല്ലെടുത്തെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞങ്ങളുടെ കാറ് തകർന്നു പോകും. ഒരു ഗ്ലാസ് പൊട്ടിയാൽ 8000 രൂപയാണ്. ഒരു ബൈക്ക് അവന്മാർ കത്തിച്ചാൽ എത്ര രൂപ പോകും? കാരണം അവന്മാർക്ക് നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് അവന്മാർ ഇതെല്ലാം ചെയ്യും. ഞങ്ങളുടെ കടക്കിട്ടെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞങ്ങളിപ്പോ പഴയ പോലെ അല്ല. ഇവന്മാരോടൊന്നും തല്ലുപിടിക്കാൻ ഞങ്ങളില്ല. കാരണം തല്ലുപിടിച്ച നഷ്ടം ഞങ്ങൾക്കേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബം തകർന്നു പോയി, ബിസിനസ്സുകൾ തകർന്നു പോകും എന്ന് അവര് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ നീങ്ങി. ഇന്നും അതേ സാഹചര്യമാണ് CPM-ന്. പോപ്പുലർ ഫ്രണ്ടിനെയോ SDPയോ ചീത്ത വിളിച്ചാൽ അവൻ നാളെ വന്നിട്ട് 2 കല്ലെടുത്തിട്ട് സഖാവിന്റെ ഷെയറുള്ള കടക്ക് നേരെ എറിഞ്ഞാൽ എന്ത് പറ്റും? അവനെ പിടിച്ച് അകത്തിട്ടുണ്ട് പൈസ കിട്ടത്തില്ലല്ലോ. പകരം അവന്റെ കട പോയി, 2 ദിവസത്തെ കച്ചവടം പോകും. പിന്നെ അത് മാത്രമല്ല, ആ കടയിലേക്ക് വരുന്ന ഈ സുഡാപ്പികളായിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കച്ചവടം പോകും. അപ്പൊ അതുകൊണ്ട് ഒന്നും വയ്യാത്ത സ്ഥിതി. പിന്നെ അടിച്ചാൽ മാത്രമല്ല, ഇനി വായിക്കാത്ത കുന്തം കുത്തി ഇറക്കിയാൽ തൽക്കാലം മിണ്ടാനെ ഇരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലൂടെ ഇല്ലെങ്കിൽ ആരും കാണാതെ രഹസ്യമായിട്ട് BJP-കാരത്തും RSS-കാരത്തും പറയുന്നുണ്ട്, നിങ്ങൾ വളരണം കേട്ടോ, നിങ്ങളില്ലെങ്കിൽ ഈ രാജ്യം കുട്ടിച്ചോറാകും, നിങ്ങൾ ശക്തരാകണമെന്ന് രാത്രി കാലത്ത് വന്ന് വാട്സപ്പിൽ കൂടെ മെസ്സേജ് ഇടും, നിങ്ങൾ സ്ട്രോങ് ആകണം ഇങ്ങനെ. അപ്പൊ നമ്മളൊക്കെ പ്രകടനമൊക്കെ BJP-യുടെ പ്രകടനമൊക്കെ പോകുമ്പോൾ ഈ സൈഡിൽ സഖാക്കൾ ഇങ്ങനെ താഴെ കൈ വെച്ചിട്ട് തമ്പ് ഇംപ്രഷൻ കാണിക്കാറുണ്ട്, നന്നായി നന്നായി എന്നും പറഞ്ഞിട്ട്. കാരണം അവർക്കത് മാനസികമായി അതിനകത്ത് സഖാക്കൾക്ക് ഇഷ്ടമാണ്. കാരണം അവരെ കൊണ്ടത് തടയാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പൊ അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഇപ്പം മോദി വേണം, മോദിയെ കണക്ക് ഒരാൾ വേണം, ഇല്ലെങ്കിൽ ഇതൊന്നും ഇവന്മാരെ ഒന്നും ഒതുക്കാൻ കഴിയില്ല. കാരണം അവരുടെ കൈ നിൽക്കില്ല ഈ കാര്യം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ട ഈ താമരശ്ശേരിയിൽ കണ്ട ഈ സംഘർഷം. ഇതൊരു തുടക്കമല്ല. ഇടക്കാലത്ത് മടക്കി കെട്ടി വെച്ചിരുന്ന ആയുധങ്ങൾ വീണ്ടും എടുത്ത് ഒന്നുകൂടെ ഒരു ട്രയൽ നടത്തിയതാണ്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയവുമാണിത്.